അല്ല ഡോക്ടറെ, എന്താ ഇപ്പോൾ സ്ഥിതി? നിങ്ങൾ നോക്കിയില്ല? ഞാൻ അവളെ പഴയ ഫയൽ നോക്കുമായിരുന്നു. അപ്പം ഞാൻ അവൾക്ക് ബയോപ്സിക്കൊക്കെ ഡേറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടല്ലോ. എന്താ വരാഞ്ഞത്? സർജൻ്റെ കൺസൾട്ടേഷനും ഡേറ്റും ഒക്കെ കൊടുത്ത് വിട്ട കേസാണല്ലോ. ഓപ്പറേഷൻ ഞങ്ങൾ വേണ്ടാന്ന് വെച്ചതന്നെ. ഓപ്പറേഷൻ ഇല്ലാത്ത ചികിത്സകളൊക്കെ ഉണ്ടല്ലോ നാട്ടിൽ. നിങ്ങൾ ഡോക്ടർമാർക്ക് ഇപ്പോൾ എന്ത് കണ്ടാലും ഓപ്പറേഷൻ എന്ന് അറിയും. അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ നിങ്ങൾ ആലോചിക്കില്ല. ഇപ്പോൾ നമ്മൾ പെണ്ണുങ്ങളത് പ്രത്യേകിച്ചും നമ്മളൊരു അവയവമായിട്ട് എടുത്ത് മാറ്റാന്നൊക്കെ പറഞ്ഞാൽ ബ്രസ്റ്റ് ക്യാൻസർ നമ്മൾ സ്വയം കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു അസുഖമാണ് സ്ത്രീകൾക്ക്. ഓക്കെ, അപ്പോൾ അവൾക്ക് ഡൗട്ട് തോന്നിയത് കൊണ്ടാണ് അവൾ എൻ്റെ അടുത്ത് വന്നത്, ഞാൻ ബയോപ്സി നിർദ്ദേശിച്ചത്. അന്ന് ബയോപ്സി ചെയ്തിരുന്നെങ്കിൽ നമുക്ക് രോഗം നേരത്തെ കണ്ടുപിടിക്കാനും ചികിത്സ നേരത്തെ തുടങ്ങാനും, ബ്രസ്റ്റ് ഇനി ഫുള്ളായിട്ട് ഓപ്പറേഷൻ ചെയ്ത് നീക്കിയാലും ജീവൻ തിരിച്ചു കിട്ടുമല്ലോ. മനസ്സിലായോ? അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് എന്താണ്? ഓപ്പറേഷൻ ചെയ്യുക, കത്തി വെക്കുക, അവയവം മുറിച്ച് മാറ്റുക, ഈ കാര്യങ്ങളാണ് നിങ്ങൾ കൂടുതലായിട്ട് ചിന്തിച്ച് ബേജാറാവുന്നത്. ശരിക്കും അതെന്താണ്? രോഗമുക്തിയാണ്. മനസ്സിലായോ? ബൈ ദ വേ, എവിടെയാണ് ചികിത്സക്ക് പോയത് ഒരു വർഷമായിട്ട്? ഇപ്പം ഞങ്ങൾ പോയത് ഒരു അക്യുപഞ്ചറിൻ്റെ അടുത്താണ്. അതാകുമ്പോൾ ഈ കീറി മുറിക്കലൊന്നും ഉണ്ടാവില്ല. എത്ര രോഗികളാണ് വരുന്നതെന്ന് അറിയാം. നമ്മളൊന്ന് കാണിക്കണമെങ്കിൽ രാവിലെ പോയി ക്യൂ നിൽക്കണം. അതാകുമ്പോൾ എന്താണെന്നറിയോ, ഓല ആ നീഡിലൂടെ കുത്തിയെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ക്യാൻസറിൻ്റെ സംഭവങ്ങൾ നീരും സംഭവങ്ങളൊക്കെ ഇങ്ങനെ പോവും. ഓല് പറഞ്ഞാൽ അത് ക്യാൻസർ ഒഴിഞ്ഞു പോവുക, ക്യാൻസർ ഇങ്ങനെ നീരൊക്കെ ആയിട്ട് പോവുകയാണ്, അത്രേ ഉള്ളൂ. ഇതാവുമ്പോൾ ഇവിടുത്തെ ആകുമ്പോൾ ലൈറ്റ് അടിപ്പിക്കണം, കീമോ ചെയ്യണം, ഒക്കെ ഉള്ള ശരീരം ക്ഷീണിക്കുക. അതാവുമ്പോൾ മീത്തപ്പഴം, അതേപോലെ വെയിൽ കൊള്ളിക്കുക, വെള്ളം നല്ലോണം കുടിക്കുക, അങ്ങനത്തെ ഒക്കെ ഓല് പറഞ്ഞു തരുള്ളൂ. ക്യാൻസറിനൊക്കെ തുടക്കത്തിൽ കണ്ടുപിടിച്ച ചികിത്സ ഉണ്ട്. അറിവില്ലായ്മ കൊണ്ടും റോങ് ആയിട്ടുള്ള തെറ്റായ ചികിത്സാ രീതിയിലോട്ട് വഴുതിപ്പോകുന്നത് കൊണ്ടുമാണ് ഈ മരണങ്ങൾ സംഭവിക്കുന്നത്. മനസ്സിലായോ? ഇപ്പം അവളുടെ സ്ഥിതി വളരെ മോശമാണ്. യെസ്, വളരെ വളരെ മോശമാണ്. ആ ബ്രസ്റ്റിൽ നീരൊലിക്കാൻ തുടങ്ങിയിട്ട് എത്രയോ മാസങ്ങളായി. നിങ്ങൾ വിചാരിക്കുന്നത് എന്താണ്? ആ നീരിലൂടെ ക്യാൻസർ ഇങ്ങനെ അലിഞ്ഞു പോവുകയാണെന്ന് അല്ലേ? അങ്ങനെയാണ് നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ളത്. അക്യുപഞ്ചറിൽ എങ്ങനെ ക്യാൻസർ ചികിത്സ ഉണ്ടാവുക? ക്രോണിക് പെയിനൊക്കെ ഉള്ളവരിൽ ഈ പ്രത്യേക പോയിന്റുകളിൽ സൂചി കുത്തിയിട്ട് പെയിൻ മാനേജ് ചെയ്യുക, ഇത്ര മാത്രമേ അതിന് റോളുള്ളൂ. പിന്നെ നിങ്ങൾ ക്യാൻസറൊക്കെ ഉള്ള രോഗികളെ കൊണ്ട് നിങ്ങൾ അവിടെ പോയിട്ട് എത്ര അധപ്പതനാണിത്. സാക്ഷര കേരള എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെപ്പോലുള്ളവർ ഇങ്ങനത്തെ പണിക്ക് നിന്നാൽ എന്തായിരിക്കും സ്ഥിതി? എന്ത് മെസ്സേജാണ് നിങ്ങൾ കൊടുക്കുന്നത്? ഇനിയിപ്പോൾ നമുക്കൊരു പാലിയേറ്റീവ് കെയർ മാത്രമേ അവർക്ക് ഓഫർ ചെയ്യാനുള്ളൂ.